നെക്സ്റ്റ് ടേമിലേക്ക് നമുക്ക് പോവാം. സപ്ലൈ ചെയിൻ ടേംസിൻ്റെ കണ്ടിന്യൂഷനിൽ തന്നെ ഇൻഫർമേഷൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. നമുക്ക് ബിസിനസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നറിഷ് ചെയ്യാനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് സ്മൂത്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ പല രീതികളിൽ കമ്മ്യൂണിക്കേഷൻസ് ആവശ്യമാണ് അല്ലേ. അതിൽ തന്നെ ബിസിനസ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇസ് വെരി വൈറ്റൽ ഫോർ ദി കണ്ടിന്യൂഷൻ ഓഫ് എനി ബിസിനസ്. അതിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്, ഫോർകാസ്റ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്, കോസ്റ്റ് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് എവർ ദി ഇൻഫർമേഷൻസ് വി ഹാവ് ടു ഷെയർ ഇറ്റ് വിത്ത് അവർ കോ പാർട്ട്നേഴ്സ് അറ്റ് ദ പ്രോപ്പർ ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇൻഫർമേഷൻ ഷെയറിംഗ് എന്നുള്ളതിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വരുന്നൊരു ടേമാണ് ഇൻസോഴ്സ് വേഴ്സസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഡിസൈഡിങ് വെദർ ടു പ്രൊഡ്യൂസ് ആൻ ഐറ്റം ഇൻറ്റേർണലി ഓർ ബൈ ഇറ്റ് ഫ്രം ആൻ ഔട്ട്സൈഡ് സപ്ലയർ. ഇതാണ്, അതായത് ഇൻസോഴ്സിങ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഔട്ട്സോഴ്സിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ബിസിനസ്സിന് നമുക്ക് ആവശ്യമായ റിസോഴ്സസിനെ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത്, അത് ഏതൊക്കെ സോഴ്സിൽ നിന്നും നമുക്ക് ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷനുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇൻസോഴ്സിങ്ങും ഔട്ട്സോഴ്സിങ്ങും മെയിൻലി പറയുന്നത്. സോ ഇൻ ദിസ് ബിസിനസ് പ്രാക്ടീസ് എ കമ്പനി പെർഫോംസ് അവർ സപ്ലൈ ചെയിൻ ടാസ്ക് ഇൻറ്റേർണലി റദർ ദാൻ ഹയറിങ് ആൻ ഔട്ട്സൈഡ് കമ്പനി ഓർ എ പേഴ്സൺ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, അല്ലെങ്കിൽ നമ്മളുടെ ബാക്കി മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഒരു ബിസിനസ് തന്നെ അറ്റ് എ ടൈം ചെയ്യാമെന്ന് പറയുന്നത് വിൽ ബി മോർ ഡിഫിക്കൽട്ട് അറ്റ് എ ടൈം അല്ലേ, സൈമൾട്ടേനിയസ്ലി ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബിസിനസ് തനിയെയാണോ ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പുറത്തു നിന്ന് നമുക്ക് മറ്റേതെങ്കിലും ഓർഗനൈസേഷൻസിനെ ഹയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണോ, എക്സ്റ്റേണലി ചെയ്യണോ എന്നുള്ളൊരു ഡിസിഷനുണ്ട്. ഇപ്പോൾ ഇൻസോഴ്സിംഗ് എന്ന് പറയുമ്പോഴെന്താ, ദാറ്റ് വിൽ ബി മോർ എക്സ്പെൻസീവ് ഫോർ എ കമ്പനി ബിക്കോസ് ഇറ്റ്സ് ഓഫൻ ഇൻവോൾവ്സ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ന്യൂ പ്രോസസ്സസ്. സ്റ്റിൽ ഇൻസോഴ്സിംഗ് ആണോ വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സിംഗ് ആണോ വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഇൻസോഴ്സ് വേഴ്സസ് ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോഴെന്താ, നമ്മളൊരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണ്. അതല്ലാതെ ഇൻസോഴ്സിംഗ് ആണെങ്കിൽ നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. മറ്റൊരു ടേം എന്ന് പറയുന്നത് ഇൻ്റർപ്ലാന്റ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. സോ ഇൻ്റർപ്ലാന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നത് പോലെ തന്നെ ദ ഷിപ്മെൻറ്റ് ഓഫ് എ പാർട്ട് ഓർ പ്രൊഡക്റ്റ് ബൈ വൺ പ്ലാന്റ് ടു അനദർ പ്ലാന്റ് ഓർ ഡിവിഷൻ വിത്തിൻ ദ കോർപ്പറേഷൻ. നമ്മളുടെ ബിസിനസ്സിൻ്റെ തന്നെ സെയിം പ്ലാന്റുകൾക്കുള്ളിലുള്ള ഈ ഐറ്റംസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർപ്ലാന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് ഇൻവെൻറ്ററി എന്നുള്ളതാണ്. ആൻഡ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം അതിനടുത്ത് തന്നെ പറയുന്നുണ്ട്. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിതിന് മുൻപ് പലതവണ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള ഐറ്റംസ്, ബിസിനസ് ഡീൽ ചെയ്യുന്ന, ബിസിനസ് സെയിൽ ചെയ്യുന്ന ഐറ്റംസിനെ എല്ലാം നമുക്ക് ഇൻവെൻറ്ററി എന്ന് പറയാം. അത് ഡിഫറെൻറ്റ് ഫോംസിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇനീഷ്യൽ ഫോമിൽ അത് റോ മെറ്റീരിയൽ ആണെങ്കിൽ പിന്നീട് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് സെമി ഫിനിഷ്ഡും വർക്ക് ഇൻ പ്രോഗ്രസ്സും ആക്കി മാറ്റി അതിനുശേഷം ഫൈനലി അതെന്തായി മാറുന്നു, ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറുന്നു. ഈ 3 രീതികളിലുമുള്ള ഐറ്റംസിനെ നമ്മൾ എന്ത് പറയും, ഇൻവെൻറ്ററി എന്ന് പറയും. ദെൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, IMS എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഇസ് എ സോഫ്റ്റ്വെയർ ആൻഡ് വിച്ച് ഹെൽപ്സ് ദ ബിസിനസ് ടു ട്രാക്ക് ഇൻവെൻറ്ററി ലെവൽസ് ഓർ സെയിൽസ് ഓർ ഓർഡേഴ്സ് ആൻഡ് ഡെലിവറീസ്. ഇതാണ് നമ്മൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് റിട്ടേൺസ് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ ഇൻവെൻറ്ററി ലെവൽസിനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ, അത് ട്രേസ് ചെയ്യാൻ, ഓർഡേഴ്സ് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ, ഡെലിവറീസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ, റിപ്പോർട്ട്സ് എബൌട്ട് ഇൻവെൻറ്ററി ജനറേറ്റ് ചെയ്യാൻ, റിട്ടേൺസിൻ്റെ മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. സോ അതിന് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും, കാരണം ഓട്ടോമേറ്റ് ചെയ്യാണല്ലേ മാനുവൽ പ്രോസസ്സുകളെല്ലാം. അപ്പോൾ എഫിഷ്യൻസിയും ആക്യുറസിയും സ്പീഡും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എപ്പോഴും ഒരു റിയൽ ടൈം വ്യൂ ഓഫ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്, ഓർഡേഴ്സ് എന്ന് പറയുന്നത്, ഇൻവെൻറ്ററി ഐറ്റംസ് എന്ന് പറയുന്നത്, ഓൾ ലൊക്കേഷൻസിൽ നിന്നും എല്ലാ സെല്ലിംഗ് ചാനൽസിൽ നിന്നും ഉള്ളൊരു റിയൽ ടൈം വിസിബിലിറ്റി നമുക്കവിടെ കിട്ടും എന്നുള്ളതുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ദാറ്റ് വിൽ ക്യാരി ലെസ് ഇൻവെൻറ്ററി ഓൺ ഹാൻഡ് അല്ലേ. സോ ദാറ്റ് വിൽ റിഡ്യൂസ് ദി ഹോൾഡിംഗ് കോസ്റ്റ് ആൻഡ് ഫ്രീ അപ്പ് ക്യാഷ്. അപ്പോൾ നമുക്ക് ഇൻവെൻറ്ററി സിസ്റ്റം മാനേജ് ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ പ്രോപ്പറായ രീതിയിലായിരിക്കും നമ്മളുടെ ഓർഡറിങ് പ്രോസസ്സ്, ബൾക്ക് ഓർഡേഴ്സ് ഒന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. പ്രോപ്പർ റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ഐറ്റംസ് ഓർഡർ ചെയ്ത് നമ്മളുടെ കയ്യിൽ വെക്കുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്രീ ആയിട്ട് ലിക്വിഡ് ക്യാഷ് കയ്യിലുണ്ടാവും എന്നൊക്കെ ഉള്ള ബെനിഫിറ്റ് അവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു ഇൻവെൻറ്ററി മാനേജ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം എന്നുള്ളതാണ് ഏത് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ മറ്റൊരു ടേം എന്ന് പറയുന്നതാണ് ഇൻവെൻറ്ററി പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ ഏകദേശം മീനിങ് കിടക്കുന്നുണ്ട്. ഇൻവെൻറ്ററി പൊസിഷനിങ് ഇൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഒറ്റ സെൻറ്റൻസ് തന്നെ നോക്കുമ്പോൾ കാര്യം അറിയാം. ദാറ്റ് റെഫേഴ്സ് ടു ദി സെലക്റ്റഡ് ലൊക്കേഷൻ ഓഫ് വേരിയസ് ഐറ്റംസ് ഇൻ ദി പ്രൊഡക്റ്റ് ലൈൻ ഇൻ പ്ലാന്റ്, റീജിയണൽ ഓർ ഫീൽഡ് വെയർഹൗസ്. എന്താണ്, നമുക്ക് സ്ട്രാറ്റജിക്കലി നമ്മളുടെ ഇൻവെൻറ്ററീസിൻ്റെ പ്ലേസ്മെൻറ്റ് വിതിൻ എ സപ്ലൈ ചെയിൻ ഓർ ഇൻ എ വെയർഹൗസ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി. നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ ഇൻവെൻറ്ററിയുടെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മളുടെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ ഇൻവെൻറ്ററി പൊസിഷനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താ, വെയർ ഹൗസസിലും അല്ലെങ്കിൽ പ്ലാന്റിലും ഒക്കെയുള്ള ഇൻവെൻറ്ററിയുടെ പൊസിഷനിങ് കറക്റ്റായിട്ട് ഓരോന്നിനും അതാത് സ്പേസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെൻറ്ററി പൊസിഷനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, അത്തരത്തിലുള്ള ഡിജിറ്റൽ ടൂൾസൊക്കെ നമ്മൾ ഈ പറയുന്ന ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ പൊസിഷനിങ് പ്രോസസ്സിനുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഓരോ ബിസിനസ്സും അതിൻ്റെ ഇൻവെൻറ്ററി ലൊക്കേഷൻസിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നത്, എങ്ങനെ അത് ഫിസിക്കലി ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇൻവെൻറ്ററി പൊസിഷനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റൊന്ന് ലീഡ് ടൈം എന്നുള്ളതാണ്. സോ എപ്പോഴൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ലീഡ് ടൈം എന്നുള്ളത്. നോർമലി നമുക്ക് ഏതൊരു ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ടൈം എന്ന് നമുക്ക് ലീഡ് ടൈമിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ പ്രോസസ്സുകളും ഇല്ലേ, അത് ഫുൾഫില്ല് ചെയ്യാനെടുക്കുന്ന ഒരു ടൈം ഫ്രം ഇറ്റ് സ്റ്റാർട്ട് ടു ഫിനിഷ്, അതാണ് ലീഡ് ടൈം ഇൻ ലോജിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിപ്പോൾ മേ ബി ടൈം ടേക്സ് ടു ഡെലിവർ ആൻ ഓർഡർ ടു എ കസ്റ്റമർ ആവാം. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാർട്ട് ഓഫ് ദ സപ്ലൈ ചെയിൻ ആൻഡ് ക്യാൻ ഇൻക്ലൂഡ് മെനി ഇൻഡിവിജ്വൽ ടൈം കോമ്പോണൻസ്. ഒരുപാട് ടൈം കോമ്പോണൻസ് ഈ പറയുന്ന ലീഡ് ടൈമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ദ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ഇൻ ഫുൾഫില്ലിങ് എ പ്രോസസ് ഫ്രം ഇറ്റ് സ്റ്റാർട്ട് ടു എൻഡ് എന്നുള്ളത് പറയാം. ഇപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഐറ്റംസ് ഡെലിവറി ചെയ്യാനെടുക്കുന്ന ടൈം ആവാം, അല്ലെങ്കിൽ ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അത് ഓർഡർ ചെയ്യുന്ന ടൈം തുടങ്ങി നമ്മുടെ കയ്യിലെത്തുന്ന ടൈം വരെ ആവാം. ഇതൊക്കെ ലീഡ് ടൈം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹൗ ലോങ് ഇറ്റ്സ് ടേക്സ് ടു കംപ്ലീറ്റ് എ പ്രോസസ് ഫ്രം ഇറ്റ്സ് ബിഗിനിങ് ടു എൻഡ് എന്നുള്ളതാണ് ലീഡ് ടൈമിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ടൈം കമ്പോണൻസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഓർഡർ പ്രിപ്പറേഷൻ ടൈം വരും, ക്യൂയിങ് ടൈം വരും, ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം വരും, റിസീവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ ടൈം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ടൈം, ഇങ്ങനെയുള്ളതൊക്കെ എവിടെ വരും, ഈ ലൈറ്റ് ടൈമിൻ്റെ ഒരു കോമ്പോണൻ്റ് ആയിട്ട് അതിൻ്റെ ഇൻബിൽഡായിട്ട് നമുക്ക് വരും. ഇതെല്ലാം ചേരുന്നതാണ് ടോട്ടൽ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ലീൻ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലീൻ മാനുഫാക്ചറിങ് ആയി, ലീൻ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയാം. സോ ഈ ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫിയിൽ നമ്മൾ എയിം ചെയ്യുന്നത് ടു റിഡ്യൂസ് ദ വേസ്റ്റ് ആൻഡ് മാക്സിമൈസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് റിഡക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ, പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആൻഡ് ടു ഇൻക്രീസ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ഒരുമിച്ച് നമുക്കൊരു പ്രൊഡക്ഷൻ ഫിലോസഫിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ലീൻ മാനുഫാക്ചറിങ്ങിലൂടെ നമ്മൾ കാണുന്നത്. സോ ഇവിടെ വേസ്റ്റ് എലിമിനേഷനാണ് മേജർ നമ്മളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓവർ ബേർഡനായിട്ട് അൺഈവൻ ആയിട്ടുള്ള വർക്ക് ലോഡ്സ്, അതേപോലെ പ്രോസസ്സുകൾ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളത്. അപ്പോൾ മിനിമൈസേഷൻ ഓഫ് ഓൾ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിങ് ടൈം വൈൽ അറ്റ് ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ, അതൊരു കാര്യമാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. എല്ലാ റിസോഴ്സസിനെയും മിനിമൽ യൂസ് ചെയ്യുക, ടൈം അടക്കമുള്ള റിസോഴ്സുകളെ. അത് ബിസിനസ്സിൻ്റെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതിലെല്ലാം തന്നെ നമ്മൾ ആ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യുക. അതേപോലെ നോൺ വാല്യൂ ആഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അത് വെദർ ഇറ്റ് ഇസ് ഇൻ ഡിസൈൻ പ്രോസസ്സിലാവട്ടെ, പ്രൊഡക്ഷൻ പ്രോസസ്സിലാവട്ടെ, സപ്ലൈ ചെയിൻ പ്രോസസ്സിലാവട്ടെ, വൈൽ കസ്റ്റമേഴ്സുമായി ഡീൽ ചെയ്യുമ്പോഴാവട്ടെ, എവിടെയാണെങ്കിലും വാല്യൂ ആഡ് ചെയ്യുന്ന, ബിസിനസ്സിന് വാല്യൂ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. നോൺ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം
അവോയ്ഡ് ചെയ്യുക. അതേപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാലൻറ്റഡ് ആയ വർക്ക് ഫോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുക, മൾട്ടി സ്കിൽഡ് ആയ വർക്ക് ഫോഴ്സിനെ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത്രയധികം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനും വളരെ ഫ്ലെക്സിബിളായ ഓട്ടോമേറ്റഡ് ആയ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും യൂസ് ചെയ്യുക. അതുവഴി ഇനോമസ് വെറൈറ്റീസ് ഓഫ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെയാണ് ഒരു ഓവറോൾ സമ്മറി ഓഫ് ലീൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ആ ഒരു ടേമിലൂടെ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ടേമാണ്. ഈ ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ടേമിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം, എക്സ്റ്റേണലായിട്ടുള്ളൊരു പാർട്ടിയായിട്ട് നമ്മൾ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ, തേർഡ് പാർട്ടിയായിട്ട് ബിസിനസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം, ഒരു കോൺട്രാക്റ്റിൻ്റെ ബാക്കപ്പ് വേണം അല്ലേ. അപ്പോൾ ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. കോൺട്രാക്റ്റ് എന്താണ്, കോൺട്രാക്റ്റിനെ കുറിച്ച് ഓൾറെഡി ഈ ടേംസ് തുടങ്ങിയ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺട്രാക്റ്റ് എന്താ, കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്, ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ലീഗലി ബൈൻഡിങ് എഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ 2 or more പാർട്ടീസ് ദാറ്റ് ക്രിയേറ്റ്സ് ദി ഒബ്ലിഗേഷൻസ് ദാറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ലോ. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതിൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം, കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ലീഗാലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ അതിൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം, അത് എൻഫോഴ്സിബിൾ ആയിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കണ്ടീഷൻസ്. ഒരു കോൺട്രാക്റ്റ്, അതായത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് റിട്ടൺ ഓർ എക്സ്പ്രസ്ഡ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് ടു പ്രൊവൈഡ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്, ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിൽ എന്തെല്ലാം എലമെൻറ്റ്സ് ആണ് കമ്പൽസറി ആയിട്ട് വേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. സോ എന്തൊക്കെയാണ്, ആദ്യത്തത് പാർട്ടീസ്, ഇതിൽ ഉൾപ്പെടുന്ന പാർട്ടീസ് വിൽഫുള്ളി സൈൻ ചെയ്തതായിരിക്കണം, വിത്തൗട്ട് ദ ആബ്സെൻസ് ഓഫ് എനി ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി. യാതൊരു ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷനോ വഴി അല്ലാതെ ആയിരിക്കണം ആ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ, ദ അണ്ടർലൈങ് പേർപ്പസ് ഫോർ ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലീഗൽ. ലീഗലായ ഒരു പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇലീഗലായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ, ഓൾ കണ്ടീഷൻസ് റിഗാർഡിംഗ് ദി ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് മസ്റ്റ് ബി മെറ്റ്. നമ്മളുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരത്തിലുമുള്ള ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് കണ്ടീഷൻസും മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് കോൺട്രാക്റ്റിന് മ്യൂച്വൽ ഒബ്ലിഗേഷൻ ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം 2 പാർട്ടീസിന്. ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിലെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുക എന്നുള്ളത്. മറിച്ച് 2 പേരുടെയും, അല്ലെങ്കിൽ 2 അതിലധികമോ എത്ര ആൾക്കാരാണോ കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എന്ത്, കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദ ലീഗൽ ഇഷ്യൂസ്. അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺട്രാക്റ്റ് ഇൻ ഓർഡർ ടു ബി വാലിഡ് അതിന് വേണ്ടുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇതൊരു ലീഗൽ ഇഷ്യൂവിലേക്ക് പോകും എന്നുള്ളതാണ്. ദെൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ. അപ്പോൾ ദ മാനേജ്മെൻറ്റ് ഓഫ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് അല്ലേ, ദ മൂവ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതൊക്കെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നതും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതും. ദെൻ മറ്റൊരു ടേം എന്ന് പറയുന്നത് നെഗോസിയേഷൻ ആണ്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർ ആൻ ഇഷ്യൂ, അതിപ്പോൾ എന്തും ആവാം, സാലറിയെ പറ്റിയാവാം, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ പറ്റിയാവാം, റേറ്റ്സിനെ പറ്റിയാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഓവർ ആൻ ഇഷ്യൂ ഒന്നിലധികം പാർട്ടീസ് തമ്മിലോ ഒന്നിലധികം ആൾക്കാർ തമ്മിലോ ഡിസ്കസ് ചെയ്ത് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്ന, അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം എഗ്രി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ടേമാണ് ഓപ്പറേറ്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ എല്ലാ ഫേംസിൻ്റെയും പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അത് നമ്മൾ ഏത് രീതിയിൽ അതിനെ
പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഓരോ ഓർഗനൈസേഷനും അവരവരുടേതായ സർക്കംസ്റ്റാൻസസിനനുസരിച്ച് അവർ പലതരത്തിലുള്ള പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏത് രീതിയിലാണ് അവരുടെ ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഗനൈസേഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദർ സർക്കംസ്റ്റാൻസസ് ആൻഡ് ദർ റിക്വയർമെൻറ്റ്സ്. അതിൽ ഡിഫറൻസസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് വാട്ട് നോൺ ആസ് ഓപ്പറേറ്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ദി ഓപ്പറേഷൻസ് ഓഫ് ദർ ബിസിനസ്. മറ്റൊന്ന് ഓർഡർ മാനേജ്മെൻ്റ് ആണ്. ഓർഡർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ദ മാനേജ്മെൻറ്റ് ഓഫ് ഓർഡർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചാനൽസിൽ നിന്നും എന്ത് വരും, ഓർഡേഴ്സ് എന്ന് പറയുന്നത് വരും. ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് തരത്തിലുള്ള പ്രോസസ്സുകൾ ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മളുടെ ഇൻവെൻറ്ററീസ് കറക്റ്റായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം, അതിന് വേണ്ട ഡേറ്റ കളക്ഷൻസ്, ഓർഡർ പ്രോസസ്സിങ്, അതിൽ തന്നെ നമുക്ക് ഈ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ, ക്രെഡിറ്റ് കാർഡ് വെരിഫിക്കേഷൻസ് വരും. ദെൻ ഇതിൽ തന്നെ നമുക്ക് ഈ ഓർഡർ മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ റിട്ടേൺ മാനേജ്മെൻറ്റും വരുന്നത്. അതായത് ഐറ്റംസ് നമുക്ക് ഈ പറയുന്ന റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഐറ്റംസിൻ്റെ ഡാമേജോ ഡിഫക്റ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ അയക്കും, ബിസിനസ്സിന് തന്നെ. അപ്പോൾ അത് റിട്ടേൺസിൻ്റെ മാനേജ്മെൻറ്റ് കൂടി അവിടെ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് എന്ത്, ഓർഡർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇസ് ഇൻഎവിറ്റബിൾ ഇൻ എവറി കൈൻഡ് ഓഫ് ബിസിനസ്. ദെൻ പെർഫോമൻസ് മെഷർമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് സപ്ലയേഴ്സിൻ്റെ പെർഫോമൻസ് മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ്. സോ അവിടെ എന്തെല്ലാം ടെക്നിക്സ് ആണ് നമ്മളുടെ സപ്ലയേഴ്സിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ, റേറ്റ് ചെയ്യാൻ, റാങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് ബേസിസിൽ നമ്മൾ ഇവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഇഷ്യൂ എന്താ, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഈസ് ഹെവിലി ഡിപ്പെൻഡ്സ് ഓൺ ദെയർ മെറ്റീരിയൽസ് ക്വാളിറ്റി ആൻഡ് ദെയർ പെർഫോമൻസ് അല്ലേ. അപ്പോൾ അവർ നോർമലായിട്ടല്ല ബിഹേവ് ചെയ്യുന്നതെങ്കിൽ, നോർമലായ രീതിയിലല്ല പെർഫോം ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി അത് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിക്കും. സോ വി നീഡ് ടു മേക്ക് ദ പെർഫോമൻസ് അനാലിസിസ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ പ്രോഗ്രാംസ്. മറ്റൊരു ടേമാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. സോ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഓർഗനൈസേഷനുള്ളിലുള്ള ഈ പലതരത്തിലുള്ള മെഷീനറീസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. സോ ഈ മെഷീനറീസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സമയങ്ങളിലും നമ്മളുടെ ബിസിനസ്സിന് ആവശ്യമായ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ്. അതിനെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ ഡിഫക്റ്റോ റിപ്പയർ സിറ്റുവേഷൻസോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിസ്റപ്ഷനായി പോകും എന്നുള്ളൊരു പ്രശ്നമില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മെഷീനറീസിനെയും എക്യുപ്മെൻറ്റ്സിനെയും ഒക്കെ ബ്രേക്ക് ഡൗണിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മെഷീനറീസിനൊക്കെ ചെയ്യേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ക്ലീനിങ്, മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ്, ഇതിനെയാണ് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു ടേമിൽ അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു ടേമാണ് പ്രോഗ്രാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോഗ്രാം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പലതരത്തിലുള്ള പർപ്പസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പല പ്രോഗ്രാംസും സെറ്റ് ചെയ്യും. അത്തരത്തിലുള്ള പ്രോഗ്രാംസിൻ്റെ എല്ലാം ഒരു കോർഡിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളവിടെ TQM കുറിച്ച് പറയുന്നുണ്ട്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഇനി വർക്ക് പ്ലേസിനും പ്ലാന്റിനുള്ളിലുള്ള വർക്കേഴ്സിൻ്റെ സേഫ്റ്റി ഇൻസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വർക്ക് പ്ലേസ് സേഫ്റ്റി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. നമ്മളുടെ സപ്ലയേഴ്സിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനും അവരെ പ്രോപ്പറായി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും സപ്ലയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇങ്ങനെ പല പർപ്പസുകൾക്ക് വേണ്ടി പല ഏരിയാസിലും പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഒരു ബിസിനസ്സിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ടോട്ടൽ പ്രോഗ്രാംസിൻ്റെ എല്ലാം തന്നെ കോർഡിനേഷൻ എന്താണ്, അതിൻ്റെ കോർഡിനേറ്റഡ് ആ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സെഷൻ നമുക്ക് ഈ ഒരു ടേം കൊണ്ട് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.